സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ CS ജ്യോതി മേഡ ഇൻസൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ചെറിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത സമയത്ത് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഗ്രീസിലെ സാന്റോറിനി ഐലൻഡ് സന്ദർശിച്ചതിൻ്റെ ഭാഗമായി എനിക്കിഷ്ടപ്പെട്ട ചില കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലേക്കുള്ള യാത്രയുടെ ഒരു തയ്യാറെടുപ്പ് കൂടിയായതിനാൽ വളരെ ചെറിയൊരു വീഡിയോയാണിത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലണ്ടൻ ഗേറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്നും യാത്ര തിരിച്ച നമ്മൾ വൈകുന്നേരത്തോടുകൂടി സാന്റോറിനി എയർപോർട്ടിൽ എത്തിച്ചേരുകയും എയർപോർട്ടിൽ നമ്മളെ സ്വീകരിക്കാനായി കാത്തിരുന്ന ഡ്രൈവർ നമ്മളെ വിഷ്ചാഡ എന്ന പഴയ ഒരു പോർട്ടിന് സമീപമുള്ള ഹോട്ടലിൽ എത്തിക്കുകയുണ്ടായി. വളരെ മനോഹരമായ കാഴ്ചകൾ, വെളുത്ത നിറത്തിലുള്ളതും വൃത്തിയും വെടുപ്പുമുള്ള ഹോട്ടലും പരിസരങ്ങളും, വാട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാൽക്കണികൾ, എല്ലാ ഫ്ലോറിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സ്വിമ്മിംഗ് പൂളുകൾ. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് സാന്റോറിനിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏറ്റവും മനോഹരമായ ഇയ എന്ന പ്രദേശത്തേക്കുള്ള ബസ്സിൽ കയറി യാത്ര തുടർന്നു. സാന്റോറിനിയിലെ മിക്കവാറും പ്രദേശങ്ങളെല്ലാം നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യാനാകും. 2 യൂറോയാണ് മിനിമം ചാർജ്. ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ബസ്സിൽ കാർഡ് പേയ്മെൻറ്റുകൾ ഇപ്പോൾ വരെ നിലവിലില്ല. ക്യാഷ് പേയ്മെൻറ്റുകൾ തന്നെയാകണം കരുതേണ്ടത്. ഇയയിലോട്ടുള്ള യാത്രയിലുടനീളം എവിടെ നോക്കിയാലും നല്ല വെളുത്തതും നീല നിറത്തിലുമുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് കണ്ടിരുന്നത്. ഇതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലമായി പറയപ്പെടുന്നത് 1967-74 വരെയുള്ള ഗ്രീക്ക് സൈന്യഭരണകാലത്ത് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ കെട്ടിടങ്ങളും ബ്ലൂ ആൻഡ് വൈറ്റ് കളർ നിർബന്ധമാക്കിയിരുന്നു എന്നുള്ളതാണ്. ബസ്സിൽ നിന്നിറങ്ങിയ നമ്മൾ മെല്ലെ കാഴ്ചകൾ കണ്ട് യാത്ര തുടർന്നു. നല്ല വൃത്തിയുള്ള നടപ്പാതകൾ, വഴിയിലെങ്ങും ഒരു പേപ്പർ കഷ്ണമോ ച്യൂയിങ് ഗമ്മിൻ്റെ മാർക്കോ കാണാനായില്ല. എല്ലാം വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടി സൂക്ഷിച്ചിരിക്കുന്നു. സാന്റോറിനി ലോകത്തിലെ ഏറ്റവും മനോഹരമായ റൊമാൻറ്റിക് പ്ലേസുകളിൽ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടം സന്ദർശിക്കുന്നവർക്ക് ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാനിടയില്ല. സാന്റോറിനിയിലെ പ്രധാന ആകർഷണം അവിടുത്തെ സൂര്യാസ്തമയം തന്നെയാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശവും സമുദ്രവും നിറങ്ങൾ കൊണ്ട് നിറയുന്ന കാഴ്ചകൾ കാണുവാനും ആസ്വദിക്കുവാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്താറ്. 2022 കണക്കനുസരിച്ച് 13 ലക്ഷം ക്രൂയിസ് സന്ദർശകരുൾപ്പെടെ 34 ലക്ഷം സന്ദർശകർ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു. ഈ മനോഹരമായ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനായി നമ്മളും 2 മണിക്കൂർ മുമ്പേ ഒരു പോയിന്റിൽ നിലയുറപ്പിച്ചു. എന്നാൽ നമുക്ക് മുന്നേ പലരും ക്യാമറകളുമായി പല നല്ല പോയിന്റുകളിലും ഇടം പിടിച്ചിരുന്നു. കാരണം ഈ കാഴ്ച ഏറ്റവും മനോഹരമായി കാണുവാനും ആസ്വദിക്കുവാനും കഴിയുന്നത് ഇവിടെ നിന്നാലാണ്. ഇന്നത്തെ സൂര്യാസ്തമയം 8:30 മണിക്കൂറുകൾ മുന്നേ കെട്ടിടത്തിന് മുകളിലും ബാൽക്കണിയിലും ബോട്ടുകളിലുമെല്ലാം ആൾക്കാർ പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിരുന്നു. സൂര്യൻ വളരെ സാവധാനം കടലിലേക്ക് അസ്തമിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളും കണ്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. ഒരു ജീവിതകാലം മുഴുവനും ഓർക്കാവുന്ന, ഹൃദയത്തിൽ പതിഞ്ഞ ഒരു യാത്രാ അനുഭവം തന്നെയായിരിക്കും.